ख्वाहिश नहीं है और That is why I need you people, you youngsters, girls. ये शहर की फसल कौन काट रहा है? ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. ഇടുക്കി സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് ഉടക്കുന്നു. സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കാൻ ടി പി വധം. ലീഗിന്റെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ അസറുദ്ദീൻ. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി പോളിംഗ് ബൂത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി സീറ്റ് നൽകാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ജോസഫ് ഗ്രൂപ്പിന് അതൃപ്തി. സീറ്റില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പ്. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറി. ടി പി വധക്കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണായുധമാകും. സിബിഐ അന്വേഷണം മുൻനിർത്തി സിപിഎമ്മിനെതിരെ ആഞ്ഞടിക്കാൻ UDF. പ്രതിരോധം തീർക്കാൻ പുതുവഴികൾ തേടി LDF. ആറന്മുള വിമാനത്താവള വിഷയം കോൺഗ്രസിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ആന്റോ ആന്റണി MP. തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്ന തരത്തിൽ വഷളാവില്ലെന്ന് പത്തനംതിട്ട DCC പ്രസിഡന്റ്. മുസ്ലിം ലീഗിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശനിയാഴ്ച തുടക്കമാകും. പ്രചാരണത്തിന് താരത്തിളക്കമേകാൻ മുഹമ്മദ് അസറുദ്ദീന്റെ സാന്നിധ്യവും. കേരള കോൺഗ്രസ് എമ്മിന് ഇടുക്കി സീറ്റ് നൽകാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ജോസഫ് വിഭാഗത്തിന് അതൃപ്തി. പാർട്ടി നേതൃത്വം സീറ്റ് ആവശ്യപ്പെടുന്നതിൽ കർശന നിലപാട് എടുക്കാത്തതാണ് സീറ്റ് ലഭിക്കാത്തതിന് കാരണമെന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനം. പാർട്ടി ലയിച്ച ജോസഫ് വിഭാഗത്തിലെ പ്രമുഖനും പാർട്ടി സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകനുമായ ഫ്രാൻസിസ് ജോർജിനു വേണ്ടിയായിരുന്നു KM മാണി രണ്ടാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടത്. ചീഫ് വിപ്പ് PC ജോർജിന്റെ പ്രസ്താവനകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന ജോസഫ് വിഭാഗത്തെ തണുപ്പിക്കാനും സീറ്റ് ചോദിച്ചതിലൂടെ മാണിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ KM മാണി മകന് മാത്രം കോട്ടയത്ത് സീറ്റ് ഉറപ്പിക്കുകയാണെന്നും 2ാം സീറ്റ് കാര്യമായ നിലപാടല്ലെന്നുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇക്കാര്യം കോട്ടയത്തും തിരുവനന്തപുരത്തും നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മാത്രം ഉയർത്തി മകന് വോട്ടുറപ്പിക്കാനുള്ള ശ്രമം പാർട്ടി ലീഡർ നടത്തുന്നതിൽ ഇവർക്ക് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. ഇടുക്കി സീറ്റ് ലഭിക്കാതെ വന്നാൽ മാണി വിഭാഗത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ ജോസ് കെ മാണിയുടെ വിജയത്തെ ബാധിക്കുന്ന പ്രവർത്തനം ഇവർ നടത്തും. മാത്രമല്ല, ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആലോചിക്കുന്നതായും അറിയുന്നു. അങ്ങനെ വന്നാൽ ഫ്രാൻസിസ് ജോർജിന് ഇടതു പിന്തുണയും ഇവർ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം PC ജോർജിനെതിരായ നീക്കം ശക്തിപ്പെടുത്താനും PJ ജോസഫ് വിഭാഗം നീക്കം നടത്താൻ സാധ്യതയേറെയാണ്. യു ഷൈജു, മീഡിയ 1, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും മുസ്ലിം ലീഗ് 2 സീറ്റിൽ തന്നെ മത്സരിക്കും. അണികളുടെ കണ്ണിൽ പൊടിയിടാൻ 3ാം സീറ്റിന് അവകാശവാദം ഉന്നയിക്കുകയും UDFൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താതിരിക്കുകയും ചെയ്യുന്ന പതിവ് തന്ത്രം തന്നെയാണ് ലീഗ് ഇത്തവണയും പയറ്റിയത്. ഇത്തവണ മത്സരിക്കാൻ 3 സീറ്റ് ചോദിക്കണമെന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പൊതുവികാരമാണ്. ചോദിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വവും ഇതിനു മുമ്പ് പലകുറി വ്യക്തമാക്കിയതാണ്. അപ്പോഴും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കില്ലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇക്കാര്യം ഇന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. ഇല്ല, UDFൽ വലിയ തർക്കമൊന്നുമില്ല. അവസാന പ്രഖ്യാപനം, അവസാന തീരുമാനങ്ങളും വന്നില്ലല്ലോ. ഉഭയകക്ഷി ചർച്ചകളിൽ വന്ന വിഷയം വെച്ചാവും മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയൊരു തർക്കത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. മുസ്ലിം ലീഗ് അധിക സീറ്റിന്റെ കാര്യത്തിൽ ബലം പിടിക്കില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഇക്കാര്യം നേരത്തെ തന്നെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന് ഉറപ്പ് കൊടുത്തിരുന്നു. എന്നാൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും കടുത്ത സമ്മർദ്ദമുണ്ട്. കാസർഗോഡ് സീറ്റ് ചോദിക്കണമെന്ന ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ BJP ഉയർത്തുന്ന വെല്ലുവിളി ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിൽ നടക്കുന്നത് നിർണായക തെരഞ്ഞെടുപ്പാണെന്നും ഇത്തവണ സീറ്റിന്റെ കാര്യത്തിൽ വാശി പിടിക്കാനാവില്ലെന്നുമാകും ലീഗ് നേതൃത്വം പ്രവർത്തകരോട് വിശദീകരിക്കുക. പതിവ് പോലെ സീറ്റ് ചർച്ചകൾ നടത്തും, ഒത്തുതീർപ്പിലെത്തും. ഒടുവിൽ മലപ്പുറത്തും പൊന്നാനിയിലും മത്സരിക്കും. അതായത് ഇത്തവണയും 2 സീറ്റിൽ തൃപ്തിയടയും. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം. TP കേസിൽ CBI അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് വരും തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമാകും. കേസ് CBI ഏറ്റെടുക്കുകയാണെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രചാരണം നടത്താൻ UDFന് കഴിയും. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് CBI അന്വേഷണത്തിന് പിന്നിലെന്ന് പറഞ്ഞാണ് CPM ഇതിനെ പ്രതിരോധിക്കുക. TP വധം ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയമാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പ്രധാന നേതാക്കൾ കേസിൽ ഉൾപ്പെടാത്തതിനാൽ അത് ചൂണ്ടിക്കാട്ടി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനായിരുന്നു CPM തീരുമാനം. എന്നാൽ കേസിൽ CBI അന്വേഷണത്തിന് തീരുമാനമായതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാകും.
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ച് UDF സർക്കാർ ലക്ഷ്യമിട്ടതും ഇതുതന്നെ. കേസ് CBI ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയാൽ കൂടുതൽ നേതാക്കൾ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ADGP സമർപ്പിച്ച റിപ്പോർട്ടിലും CPM ഉന്നത നേതാക്കളുമായി പ്രതികൾക്കുള്ള ബന്ധത്തിന് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വത്തിലുള്ള ഏതെങ്കിലും നേതാവിനെ ചോദ്യം ചെയ്യാനോ മറ്റോ CBI ശ്രമിച്ചാൽ CPM കൂടുതൽ പ്രതിരോധത്തിലാവും. കേസ് CBIക്ക് വിട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് CPM പ്രതിരോധിക്കുമെങ്കിലും ഇത് എത്രത്തോളം ഫലപ്രദമാകുന്ന കാര്യം സംശയകരമാണ്. സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കപ്പെട്ടാൽ തന്നെ UDFന് ഗുണകരമായി ഈ പ്രചരണം മാറും. CBI അന്വേഷണത്തെ എതിർക്കാത്ത VSന്റെ നിലപാടും CPMന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തും. CPI ഉൾപ്പെടെ ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾ ആരും ഈ വിഷയത്തിൽ CPMനെ പിന്തുണയ്ക്കാനുണ്ടാവില്ല. മീഡിയ 1 തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവള വിഷയത്തിൽ നിലപാടിലുറച്ച് ആന്റോ ആന്റണി MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ തന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് MP. ഇതോടെ കെട്ടടങ്ങിയ പ്രശ്നം ജില്ലയിലെ കോൺഗ്രസിൽ വീണ്ടും തലപൊക്കാനാണ് സാധ്യത. ആറന്മുള വിമാനത്താവളത്തെ എതിർക്കുന്നത് എത്ര ഉന്നതനായ നേതാവാണെങ്കിലും ജില്ലയിൽ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിലപാട്. എന്നാൽ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതോടെ വിമാനത്താവളത്തെ അനുകൂലിക്കുന്നവർ നിശബ്ദരായിരുന്നു. ഈ നിശബ്ദതയാണ് സ്ഥലം MP ആന്റോ ആന്റണി തള്ളിക്കളയുന്നത്. വിമാനത്താവള വിഷയം മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ അദ്ദേഹം വെല്ലുവിളി ഉയർത്തി കഴിഞ്ഞു. ഇത് ചില സ്വാർത്ഥ താല്പര്യക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി ഈ നാട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അത് യാതൊരു സംശയവും വേണ്ട. ചരിത്രത്തിൻ്റെ തനിയാവർത്തനം പോലെ ഏതെല്ലാം പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിച്ചോ ആ പദ്ധതിയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഇവരെയൊക്കെ കാണുന്നത്. ഈ ആറന്മുള വിമാനത്താവളം തലയിൽ ചുമന്നുകൊണ്ട് ഇവർ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം നടന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ K ശിവദാസൻ നായർ MLAയും ആന്റോ ആന്റണിയും പദ്ധതിക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പദ്ധതിക്കെതിരായി പാർട്ടി നിലപാടെടുക്കില്ലെന്നും MP പറഞ്ഞു. എന്നാൽ വിമാനത്താവള പ്രശ്നം പാർട്ടിക്കറിയാമെന്നും സ്ഥാനാർത്ഥികൾ ഇക്കാര്യത്തിൽ അനാവശ്യ ആവേശം കാണിക്കേണ്ടതില്ലെന്നും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായും ഈ ജനങ്ങൾക്കെതിർപ്പുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി അമിതമായി ആവേശം കാട്ടുന്നത് ഒരു സ്ഥാനാർത്ഥിക്കും നല്ലതല്ല. KPCC നിർദ്ദേശത്തെ തുടർന്ന് കെട്ടടങ്ങിയ പ്രശ്നം ഇതോടെ ജില്ലയിൽ വീണ്ടും കോൺഗ്രസിൽ ചർച്ചയാകുന്നു. അങ്ങനെ വന്നാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് പ്രയാസപ്പെടേണ്ടി വരുമെന്നാണ് കരുതുന്നത്. യു ഷൈജു, മീഡിയ 1, പത്തനംതിട്ട. ആന്റോ ആന്റണിക്ക് മറുപടിയില്ലെന്ന് പത്തനംതിട്ട DCC പ്രസിഡന്റ് P. മോഹൻരാജ്. വിമാനത്താവള വിഷയത്തിൽ KPCC നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവള പ്രശ്നം തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്ന തരത്തിൽ വഷളാക്കില്ലെന്നും മോഹൻരാജ് പറഞ്ഞു. അതൊരു വിഷയമാകുന്ന തരത്തിലേക്ക് അത് വഷളാക്കാൻ കോൺഗ്രസ് കൂട്ടുനിൽക്കില്ല. പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. കൂടുതൽ ചർച്ചകൾ വേണം എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. ആ ചർച്ചകളോടെ അത് പരിഹരിക്കാൻ കഴിയും എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ, പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതാണ് ഞങ്ങളുടെ തീരുമാനം. എൻഡോസൾഫാൻ വിരുദ്ധ സമരപ്രവർത്തകൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞികൃഷ്ണൻ കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. എൻഡോസൾഫാൻ വിരുദ്ധ സമരം ജനകീയമാക്കിയതിൽ പ്രധാനിയാണ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെയും അമ്മമാരെയും അണിനിരത്തി നടത്തിയ കഞ്ഞിവെപ്പ് സമരം ശ്രദ്ധേയമായിരുന്നു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ എൻഡോസൾഫാൻ ബാധിത പഞ്ചായത്തുകളിലെ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും നേടാനാവുമെന്ന് AAP കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിലും എൻഡോസൾഫാൻ പ്രശ്നം ഉയർത്തിപ്പിടിക്കാനാണ് AAPയുടെ നീക്കം. കാസർഗോട്ടെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന നിലയിൽ എൻഡോസൾഫാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ സമൂർത്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭം ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ AAPയിലെ ഒരു പ്രാഥമിക അംഗം എന്നുള്ള നിലയിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. നക്സൽ പ്രസ്ഥാനത്തിലൂടെയാണ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നു. 2011 എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പീഡിത ജനകീയ മുന്നണി രൂപീകരിച്ചു. ഇതിന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീടിങ്ങോട്ട് എൻഡോസൾഫാൻ വിരുദ്ധ സമരം. മീഡിയ 1, കാസർഗോഡ്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എഴുത്തുകാരി സാറ ജോസഫ് തൃശൂരിൽ മത്സരിച്ചേക്കുമെന്ന പ്രചാരണം ശക്തമാണ്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ നിന്നും പക്ഷേ അവർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. സാറ ജോസഫ് ആം ആദ്മി പാർട്ടിയിൽ അംഗമായപ്പോൾ തന്നെ അവർ തൃശൂരിൽ മത്സരിച്ചേക്കുമെന്ന വാർത്ത പരന്നു.
കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച സാറ ടീച്ചറോട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടീച്ചർ തയ്യാറാണോ? ജനങ്ങൾ മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയുണ്ട്. ജനങ്ങൾ തയ്യാറാണ്. ചോദ്യം 2. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എന്താണ് ചെയ്യാനുള്ളത്? ചൂലെടുത്ത് കുറെ പ്രയോഗിക്കാനുണ്ട്. ഈ അഴിമതി വീരന്മാർക്കും ക്രിമിനലുകൾക്കും ഒക്കെ ഇരിക്കപ്പുറത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഒരു ലക്ഷ്യം. കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷ. ടീച്ചർ നല്ല വഴക്കത്തോടെ മറുപടി പറഞ്ഞെങ്കിലും തൊട്ടടുത്തിരുന്ന അന്വേഷി പ്രസിഡന്റ് കെ അജിത സാറാ ജോസഫ് മത്സരിക്കാൻ തീരുമാനിച്ച കാര്യം അറിയാതെ വെളിപ്പെടുത്തി. സാറ ടീച്ചറുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ടീച്ചറോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതുപോലെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ വരും എന്നാ പറഞ്ഞത്. ആലാഹയുടെ പെൺമക്കളെ സൃഷ്ടിച്ച തൃശ്ശൂർക്കാരിയായ ഈ ടീച്ചർക്ക് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് തെരഞ്ഞെടുപ്പിൽ കാണാം. മീഡിയ 1 കോഴിക്കോട്. മുസ്ലിം ലീഗിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശനിയാഴ്ച തുടക്കമാകും. യൂത്ത് ലീഗ് നടത്തുന്ന ക്യാമ്പയിന്റെ സമാപന സമ്മേളനത്തോടെയാണ് പ്രചാരണം ഔദ്യോഗികമായി തുടങ്ങുക. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ സമ്മേളന വേദിയിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കോൺഗ്രസ് എംപിയുമായ മുഹമ്മദ് അസറുദ്ദീൻ പങ്കെടുക്കും. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ചുമതല യൂത്ത് ലീഗിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തുന്ന യൂത്ത് അസംബ്ലിയോടെ പ്രചാരണത്തിന് തുടക്കമാകും. ലീഗ് മത്സരിക്കുന്ന പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ വൻ ശക്തി പ്രകടനം തന്നെ നടത്താനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് പകരം ഒരു ആദർശം ക്യാമ്പയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മതേതര ഇന്ത്യക്ക് ഫാസിസത്തോട് പൊരുതുക എന്നുള്ളതാണ്. ഈ 16ാം ലോക്സഭയിൽ ഫാസിസമാണ് മുന്നിൽ നിൽക്കുന്നതെന്നുകൊണ്ട് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ചും യൂത്ത് ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. നരേന്ദ്രമോദിക്കായി പ്രചാരണം നടത്തുന്ന ബാബ രാംദേവിനൊപ്പം സോമയാഗ് വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തത് പാർട്ടിയിൽ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. ഫാഷിസത്തിനും മോദിക്കുമെതിരായ പോരാട്ടത്തെ സാദിഖ് അലി തങ്ങളുടെ നടപടി ദുർബലപ്പെടുത്തുമെന്ന അഭിപ്രായമാണ് യൂത്ത് ലീഗ് നേതാക്കൾക്കുള്ളത്. RSSന്റെ ആളുകൾ, RSSനെ പിന്തുണക്കുന്ന ആളുകളൊക്കെ വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അതൊരിക്കലും നമ്മൾ യോജിക്കുന്നല്ല. തീർച്ചയായിട്ടും മുൻകരുതൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. RSS ഒരുക്കുന്ന ഒരുപാട് ഈ രീതിയിലുള്ള ചതിക്കുഴികളുണ്ട്. അത് മുൻകൂട്ടി കാണേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ബാലഗോകുലത്തിൻ്റെ ആയാലും ശരി, ഈ രീതിയിലായാലും ശരി നടക്കുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. ആ അഭിപ്രായം യൂത്ത് ലീഗിനുണ്ട്. മീഡിയ 1 കോഴിക്കോട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടർമാരുടെ പങ്ക് നിർണായകമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്തെ മൊത്തം വോട്ടർമാരുടെ 2.8% പേരും 18നും 19നും ഇടയിൽ പ്രായമുള്ളവരാണ്. 2014 ഫെബ്രുവരി 14-നാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കണക്കുകൾ പുറത്തുവിട്ടത്. 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക്. ഇതുപ്രകാരം രാജ്യത്തെ 81,41,91,184 വോട്ടർമാരിൽ 23,01,61,296 പേർ അഥവാ മൊത്തം വോട്ടർമാരുടെ 2.8% പേർ 18നും 19നും ഇടയിൽ പ്രായമുള്ളവരാണ്. ദാദ്ര ഹവേലി നഗർ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ കന്നി വോട്ടർമാരുള്ളത്, 9.88% പേർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഏറ്റവും കുറവ് കന്നി വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുക. കേരളത്തിലും കർണാടകയിലും മൊത്തം വോട്ടർമാരുടെ 1.8% 18നും 19നും ഇടയിൽ പ്രായമുള്ളവർ. കന്നി വോട്ടർമാർ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ ആകർഷിക്കാനുള്ള പ്രചാരണ പരിപാടികൾക്ക് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷൻ ഡെസ്ക്, മീഡിയ 1. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര പഥങ്ങളിലേക്ക്. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായ 30 വർഷത്തെ ഭരണത്തിന് ശേഷം 1977-ലാണ് കോൺഗ്രസ് ആദ്യമായി അധികാരത്തിൽ നിന്ന് പുറത്താകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുപിന്നാലെ നടന്ന ആ ജനവിധി. പക്ഷേ കോൺഗ്രസിന് ബദലായി വന്ന ജനതാ സർക്കാരിന് അധികം ആയുസ്സുണ്ടായില്ലെന്നതായിരുന്നു ഈ പരീക്ഷണത്തിന്റെ പരാജയം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം 4-3 സീറ്റുമായി ഭൂരിപക്ഷം പതിവാക്കിയിരുന്ന കോൺഗ്രസ് ആധിപത്യത്തിന് 1967-ലെ 4ാം ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങി. 1966-ൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിനെ മറികടന്ന് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ചതു മുതൽ കോൺഗ്രസിലെ എതിർശബ്ദം മറനീക്കി പുറത്തുവന്നു. 1967-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 54% സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ.
അധികാരത്തിലിരുന്ന ഇന്ദിരാഗാന്ധി നടത്തിയ പല നടപടികളും അങ്ങേയറ്റം വിമർശനം നേരിട്ട കാലമായിരുന്നു 1971 മുതലുള്ള കാലഘട്ടം. നീതിപീഠത്തിന്റെ പ്രവർത്തനത്തിൽ ഇന്ദിരാഗാന്ധി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജയപ്രകാശ് നാരായണൻ അടക്കമുള്ളവർ രംഗത്ത് വന്നതും ഇതേ സമയത്ത് തന്നെ. ഇക്കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായ രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധി പ്രചാരണത്തിനായി ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്തു, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചു തുടങ്ങിയ വസ്തുതകൾ തെളിവുകൾ സഹിതം രാജ്നാരായണൻ കോടതിയിൽ സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ ഇന്ദിരയുടെ ഇലക്ഷൻ ഏജന്റ് യശ്പാൽ കപൂർ സർക്കാർ ഉദ്യോഗം രാജിവച്ചില്ലെന്ന് കോടതി കണ്ടെത്തി. കൂടാതെ ഇന്ദിരയ്ക്ക് പ്രസംഗിക്കാനായി UP സർക്കാർ പ്രത്യേകം പ്രസംഗപീഠങ്ങൾ നിർമ്മിച്ചതും ചട്ടലംഘനമാണെന്ന് കോടതി കണ്ടെത്തി. ഇതിനെ തുടർന്ന് ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. പ്രധാനമന്ത്രിയുടെ പാർലമെന്റ് അംഗത്വം കോടതി റദ്ദാക്കുന്നത് ലോകചരിത്രത്തിൽ തന്നെ അങ്ങനെ ഇടം പിടിച്ചു. കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായി ഈ വിധി. എന്നാൽ അലഹബാദ് ഹൈക്കോടതി വിധി ഉപാധികളോടെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകില്ല എന്നുമായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ 1974 ജൂൺ 23 ഇടക്കാല ഉത്തരവ്. അതേസമയം രാജിവെച്ചൊഴിയുന്നതിന് പകരം അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിലൂടെ അധികാരം തുടരാനായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. രണ്ട് ദിവസത്തിന് ശേഷം ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചു. തൊട്ടുടനെ ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി തുടങ്ങിയ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഭരണത്തിലിരുന്ന മകൻ സഞ്ജയ് ഗാന്ധിയുടെ പരിഷ്കരണങ്ങളും പ്രതിഷേധം ആളിക്കത്തിച്ചു. സർക്കാർ മർദ്ദനമുറകളിലൂടെ എതിർശബ്ദങ്ങളെ നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധങ്ങളുമായി പതിനായിരങ്ങൾ തെരുവിലിറങ്ങി. 5ാം ലോക്സഭയുടെ കാലാവധി നീട്ടാനും അടിയന്തരാവസ്ഥ കാരണമായി. 1977 മാർച്ച് വരെ അടിയന്തരാവസ്ഥ തുടർന്നു. പ്രതിഷേധം നിയന്ത്രണ വിധേയമായപ്പോൾ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ട ഇന്ദിരാഗാന്ധി 1977 ജനുവരി 18 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഒപ്പം പൊതുതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയായിരുന്നു 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. പൗരാവകാശങ്ങൾ നിഷേധിച്ച് ഇന്ദിര നടപ്പാക്കിയ ഏകാധിപത്യ ഭരണശൈലി ജനങ്ങളെ അവരിൽ നിന്നകറ്റി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് ഇതര മുന്നണികൾ കൈകോർക്കുന്നതിനാണ് പിന്നീട് ഇന്ത്യ സാക്ഷിയായത്. മൊറാർജി ദേശായിയുടെ വസതിയിൽ ജനസംഘം, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ നേതാക്കൾ യോഗം ചേർന്ന് ജനതാ പാർട്ടി എന്ന പേരിൽ പൊതുചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ജനുവരി 23 ജയപ്രകാശ് നാരായണൻ പുതിയ പാർട്ടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നാലെ മുതിർന്ന നേതാവ് ജഗ്ജീവൻ റാം മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. അടിയന്തരാവസ്ഥാ പ്രമേയം മാസങ്ങൾക്ക് മുൻപ് സഭയിൽ അവതരിപ്പിച്ച ജഗ്ജീവൻ റാം തന്നെ അതിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇന്ദിരാഗാന്ധിയെ ഞെട്ടിച്ചു. പ്രതിപക്ഷ പ്രചാരണങ്ങളെ മറികടക്കാൻ പല തന്ത്രങ്ങളും ഇന്ദിരാഗാന്ധി പയറ്റിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. രാജ്യം അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു 1977 60.49% പോളിംഗ്.
കോൺഗ്രസ് ആടിയുലയുന്ന ജനവിധിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള അമർഷം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രകടമായി. 545 മണ്ഡലങ്ങളിൽ ജനതാ പാർട്ടിക്ക് 295 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന് കിട്ടിയതാകട്ടെ 154 സീറ്റുകൾ മാത്രം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് റായ്ബറേലി മണ്ഡലത്തിൽ നടന്നത്. ജനതാ പാർട്ടിയിലെ രാജ്നാരായണൻ 55,202 വോട്ടുകൾക്ക് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു. റായ്ബറേലിയിലെ അയൽമണ്ഡലമായ അമേഠിയിൽ 76,000 വോട്ടുകൾക്ക് സഞ്ജയ് ഗാന്ധിയും പരാജയപ്പെട്ടു. അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളുടെ പേരിൽ ആരോപണ വിധേയനായ സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തരെ ജനങ്ങൾ തിരഞ്ഞുപിടിച്ചു തോൽപ്പിച്ചു. അങ്ങനെ ചരിത്രം കുറിച്ച് 1977 മാർച്ച് 24-ന് ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസിതര പ്രധാനമന്ത്രിയായി മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ കാരണം തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ജനതാ പാർട്ടിക്കും അധികം നാൾ തുടരാനായില്ല. ഇനി ഒരു അട്ടിമറി ജയത്തിന്റെ ഓർമ്മയിലേക്ക്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി ജയമായിരുന്നു 1980-ൽ യുവാവായ നീലലോഹിതദാസ് നാടാർ സിപിഐയുടെ പ്രഗത്ഭനായ നേതാവ് MN ഗോവിന്ദൻ നായർക്കെതിരെ നേടിയത്. ശക്തമായ ഒരു മുന്നണിയുടെ പിൻബലമുണ്ടായിട്ടും കോൺഗ്രസ് ഇന്ദിരാ വിഭാഗത്തിന്റെ പിന്തുണയോടെ നീലലോഹിതദാസ് 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് MN ഗോവിന്ദൻ നായരെ തറപറ്റിച്ചത്. ആ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നീലലോഹിതദാസ് നാടാർ മീഡിയ വണ്ണുമായി പങ്കുവയ്ക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ബദലായി അവതരിക്കപ്പെട്ട ജനതാ പരീക്ഷണം പരാജയപ്പെട്ട കാലം, സംസ്ഥാന രാഷ്ട്രീയം ആടിയുലയുന്ന സമയം. CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം ലീഗുകാരൻ 40 ദിവസം സംസ്ഥാന മുഖ്യമന്ത്രിയായി പുറത്തു പോകുന്നു. ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തുവന്ന നീലലോഹിതദാസ് നാടാർ തന്റെ നേതാവായ HN ബഹുഗുണയോടൊപ്പം കോൺഗ്രസ് ഐയിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെയാണ് ആ ചരിത്ര പോരാട്ടത്തിലേക്ക് വഴിതെളിഞ്ഞത്. നിങ്ങൾക്ക് ഏത് ചിഹ്നത്തിലോണെങ്കിൽ മത്സരിക്കാം, കോൺഗ്രസ് ആയിട്ട് ചിഹ്നത്തിലോണെങ്കിൽ മത്സരിക്കാം, അല്ലാതെ ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സീറ്റ് ഞാൻ തന്നെ മത്സരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞ 2 ആളുകൾ, ഒന്ന് CH മുഹമ്മദ് കോയയും ഒന്ന് NDPയുടെ നേതാവ് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ കൈയടയാളത്തിലായിരുന്നു നീലൻ മത്സരിച്ചത്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആരും അതുവരെ ജയിച്ചിരുന്നില്ല എന്ന ചരിത്രവും നീലന് എതിരായിരുന്നു. MN ഗോവിന്ദൻ നായർ എന്ന പ്രഗത്ഭനായ എതിർ സ്ഥാനാർത്ഥിയെ കൂടാതെ ശക്തമായ ഒരു മുന്നണിയെയും അദ്ദേഹത്തിന് എതിരിടേണ്ടതുണ്ടായിരുന്നു. ഇന്നത്തെ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കരുത്തുള്ള ഒരു മുന്നണിയായിരുന്നു. പിന്നെ CPI, RSP, പിന്നെ ആന്റണിയുടെ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ്, മാണി നേതൃത്വം നൽകിയിരുന്ന കേരള കോൺഗ്രസ്. എന്നാൽ ഇതൊന്നും 33 വയസ്സ് മാത്രം പ്രായമുള്ള നീലലോഹിതദാസ് നാടാരെ ഉലച്ചില്ല. 1,07,000 വോട്ടിന് കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ നീലൻ ജയിച്ചു കയറി. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ ആദ്യം തന്നെ ഒരു ആവേശം ശക്തമായി ഉണ്ടായി. അവസാനം വന്നപ്പോൾ NDP വളരെ ശക്തമായി എന്നെ പിന്തുണച്ചു. പ്രത്യേകിച്ചും NSS കരയോഗങ്ങൾ മുഖാന്തരം സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ അനുകൂലമായി വന്നു. ഈ രണ്ടും കൂടെ ആയപ്പോഴാണ് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും നീലൻ തോറ്റു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ നീലൻ വീണ്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ ജനവിധി തേടി. 80,000-ലേറെ വോട്ട് നേടി ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായകമായി നീലൻ. സവാദ് മുഹമ്മദ്, മീഡിയ വൺ, തിരുവനന്തപുരം. ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വേറിട്ട കാഴ്ചകൾ. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനമെന്ന് നടൻ സുരേഷ് ഗോപി. ജനപക്ഷത്തു നിന്ന് ഭരണം നടത്തുന്നവർക്ക് പൊതുജന പിന്തുണ ലഭിക്കുമെന്നാണ് ആം ആദ്മിയുടെ വിജയം തെളിയിക്കുന്നതെന്നും നടൻ സുരേഷ് ഗോപി പറഞ്ഞു. മികച്ച ഭരണം ലഭിക്കാൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന പ്രതിപക്ഷം അനിവാര്യമാണെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം അല്ല, രാഷ്ട്രമാണ് പ്രധാനം. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് നമ്മൾ മുതലെടുക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും വിശ്വസിക്കും, അതിൽ കൂടുതൽ വിശ്വാസമുള്ള ആളെ തിരഞ്ഞെടുക്കും, അയാൾ ഏറ്റവും അയോഗ്യനാണെന്ന് നമുക്ക് 5 വർഷം കൊണ്ട് പ്രൂവ് ചെയ്തു തരും. ഇതാണ് ഇന്ത്യൻ ഡെമോക്രസി. രാഷ്ട്രീയത്തിന് എന്ത് ചെയ്യാൻ പറ്റും, രാഷ്ട്രീയത്തിൽ പിശാചിന്റെ കയ്യൂക്ക് എത്രമാത്രമാണ്. ഒരുപക്ഷെ കെജ്രിവാളിനെ പോലെ ഒരു നല്ല ഒരു കോൺസെപ്റ്റ് ഡിവൈസ് മുന്നോട്ട് വെച്ച ആളിനെ അത് പ്രാവർത്തികമാക്കാൻ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായി. ജനഹിതം, ജനങ്ങൾക്ക് വേണ്ടിയത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതാണ് മെജോറിറ്റി.
ഇവിടെ ഏത് മെജോറിറ്റിയാണ് നടത്തപ്പെടുന്നത്? ജനകീയ സമരങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇക്കുറി നിർണായകമാണെന്ന് ഗൾഫിലെ പ്രവാസികൾ വിലയിരുത്തുന്നു. വികസനത്തിന്റെ ഇരകളുടെ ശബ്ദം പാർട്ടികൾ കേൾക്കാതെ പോകരുതെന്നാണ് ഇവരുടെ നിലപാട്. അനുദിനം വികസിക്കുന്ന ഗൾഫ് നഗരങ്ങളിലെ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നവരും സ്വന്തം നാട് അത്തരത്തിൽ വളരുന്ന കാലം സ്വപ്നം കാണുന്നവരുമാണ് പ്രവാസികൾ. എന്നാൽ മനുഷ്യനെ പരിഗണിക്കാതെ കേരളത്തിൽ നടപ്പാക്കുന്ന ചില പദ്ധതികളോട് ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും പ്രവാസികൾ പ്രകടിപ്പിക്കുന്നു. 30 വർഷം 35 വർഷം ഗൾഫിൽ ജോലി എടുത്തിട്ട് റോഡ് സൈഡിൽ ഒരു വീടുണ്ടാക്കിയ തെറ്റാണ് നമ്മളെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. വേറെ നമ്മൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അതിനൊരു മാന്യമായിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് 30 മീറ്ററിൽ അതിനെ നഷ്ടപ്പെടുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരിക. ഈ പ്രവാസികാര്യ 2 സ്ഥലത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും പ്രവാസികാര്യം പറഞ്ഞിട്ട് ഇതുവരെ നമ്മളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ മുറവിളികൾ കേൾക്കാതെ പോകുന്നവർക്ക് സമ്മതിദാനവും ഇല്ലെന്ന ശക്തമായ നിലപാടാണ് പ്രവാസികളുടെ കുടുംബങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഇവർ പറയുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഇതിന്റെ മുന്നേ ആൾക്കാർക്ക് ഇവർ കൊടുത്തിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളിലെ ജനവിരുദ്ധ നിലപാടുകൾ ദേശീയ കക്ഷികൾക്ക് ഗുണം ചെയ്യില്ല. ഇരകളുടെ പ്രതിനിധികൾ തന്നെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാകുന്നത് പതിവ് കണക്കൂട്ടലുകളെ തകിടം മറിക്കുമെന്നും ഗൾഫിലെ മലയാളി ഇരകൾ പറയുന്നു. മീഡിയ 1 ദുബായ്. കൊണ്ടും കൊടുത്തും നേതാക്കൾ, അങ്കത്തട്ടിലെ വാക്പയറ്റ്. ധനമന്ത്രി പി ചിദംബരവും ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും തമ്മിലുള്ള വാക്യുദ്ധം തുടരുന്നു. ഏറ്റവും ഒടുവിൽ ചിദംബരത്തെ പരിഹസിച്ചുകൊണ്ട് നരേന്ദ്രമോദിയാണ് രംഗത്തെത്തിയത്. തന്റെ പ്രസംഗത്തിന് പോലും നികുതി ഏർപ്പെടുത്തി രാജ്യത്തെ നികുതി വരുമാനം ഉയർത്താനാണ് ധനമന്ത്രിയുടെ ശ്രമമെന്ന് മോദി പരിഹസിച്ചു. ഏറെ നാളുകളെ തുടരുന്ന വാക്പോരിന്റെ ഭാഗമാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന. പി ചിദംബരം പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ മോദി അതിനിശിതമായി വിമർശിച്ചിരുന്നു. ഒരു സ്കൂൾ തലത്തിലുള്ള സംവാദത്തിന് താൽപര്യമില്ലെന്ന പൊള്ളുന്ന മറുപടിയാണ് ധനമന്ത്രി മോദിക്ക് നൽകിയത്. തുടർന്ന് എല്ലാ റാലികളിലും ധനമന്ത്രി വിമർശിക്കാനുള്ള അവസരം മോദി നഷ്ടപ്പെടുത്താറില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറഞ്ഞത് UPA സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ മോദി ഉന്നം വെക്കുന്നത് പി ചിദംബരത്തെ തന്നെയാണ്. ഏറ്റവും ഒടുവിലെ ധനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് മോദി രംഗത്തെത്തിയിരിക്കുന്നത്. किस चीज का हार्डवर्क कर रहे हैं? कल शाम को मुझे पता चला, हाँ ये बात है कि कल मुझे पता चला कि भारत के रेवेन्यू बढ़ाने के लिए एक बड़ा महत्वपूर्ण डिसीजन लिया गया कि मोदी की जो स्पीच होती है, भाषण होते हैं, उस पर अब सर्विस टैक्स लगेगा. തന്റെ പ്രസംഗങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സന്തോഷകരമാണെന്ന് മോദി പറഞ്ഞു. തന്റെ പ്രസംഗങ്ങൾ പോലും രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന ആത്മപ്രശംസ നടത്താനും മോദി മടിച്ചില്ല. എന്തായാലും ഇനി മോദിക്ക് മറുപടിയുമായി ധനമന്ത്രി രംഗത്ത് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി സീറ്റ് നൽകാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ജോസഫ് ഗ്രൂപ്പിന് അതൃപ്തി. സീറ്റില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പ്. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറി. TP വധക്കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണായുധമാകും. CBI അന്വേഷണം മുൻനിർത്തി CPM-നെതിരെ ആഞ്ഞടിക്കാൻ UDF. പ്രതിരോധം തീർക്കാൻ പുതുവഴികൾ തേടി LDF. ആറന്മുള വിമാനത്താവള വിഷയം കോൺഗ്രസിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ആന്റോ ആന്റണി MP. തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്ന തരത്തിൽ വഷളാവില്ലെന്ന് പത്തനംതിട്ട DCC പ്രസിഡന്റ്. മുസ്ലിം ലീഗിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശനിയാഴ്ച തുടക്കമാകും. പ്രചാരണത്തിന് താരത്തിളക്കമേകാൻ മുഹമ്മദ് അസ്റുദ്ദീന്റെ സാന്നിധ്യവും. പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എല്ലാ ദിവസവും 10:30, രാവിലെ 10 മണിക്കും.